നമസ്കാരം, ഞാൻ നാസർ, സ്റ്റേഷൻ ഓഫീസർ, ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ പെരുന്തൽമണ്ണ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ജലാശയ അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ നിത്യവും കാണുന്നതാണ്. ജലാശയ അപകടങ്ങൾ ഉണ്ടാവാൻ കാരണം നീന്താനറിയാത്ത കുട്ടികൾ ജലസ്രോതസ്സുകളിലേക്ക് വരികയും അവരെ അബദ്ധവശാൽ വെള്ളത്തിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ നീന്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരം അപകടത്തിൽപ്പെടുന്നത്. ഈ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർ അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് വന്ന്, ഒരുപക്ഷെ വിരുന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ കളിക്കാൻ വന്നതായിരിക്കാം, അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് വന്ന് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത പുലർത്തണമെന്നാണ് സമൂഹത്തോട് ആവശ്യപ്പെടാൻ. ജലാശയ അപകടങ്ങളിൽ പെടുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഇതിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരാള് വെള്ളത്തിൽ നീന്താൻ അറിയാതെ അകപ്പെട്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ മറ്റാളുകൾ, നീന്താൻ അറിയാത്തവർ പ്രത്യേകിച്ചും, എടുത്തു ചാടി രക്ഷാപ്രവർത്തനം നടത്തുന്നത് മരണസംഖ്യ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരാള് വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു, ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, രക്ഷാപ്രവർത്തകൻ, കൂടെ ഉള്ളയാള് വെള്ളത്തിന്റെ സമീപത്ത് വെള്ളത്തിലിറങ്ങാതെ കരയിൽ വളരെ സുരക്ഷിതമായി നിന്ന്, ഒന്നുകിൽ ഏതെങ്കിലും വസ്തുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട്, അങ്ങനെ വളരെ സുരക്ഷിതമായി നമ്മുടെ കാലടികൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആദ്യത്തെ പ്രക്രിയ സ്ട്രെച്ച് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യാം. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്കുക. ഒന്നുകിൽ നമ്മൾ സുരക്ഷിതമായി നിന്ന് നമ്മുടെ കൈ നീട്ടിക്കൊടുക്കാം, അതല്ലെങ്കിൽ തോർത്തുണ്ടെങ്കിൽ തോർത്ത് നീട്ടിക്കൊടുക്കാം, ഷാൾ ഉണ്ടെങ്കിൽ ഷാൾ നീട്ടിക്കൊടുക്കാം, ലുങ്കിമുണ്ടുണ്ടെങ്കിൽ ലുങ്കിമുണ്ട് നീട്ടിക്കൊടുക്കാം, ഒരു കയറിന്റെ കഷ്ണമുണ്ടെങ്കിൽ കയറിന്റെ കഷ്ണം നീട്ടിക്കൊടുക്കാം, ഒരു വടി പൊട്ടിച്ച് നീട്ടിക്കൊടുക്കാം. അതിനെന്താണോ ആൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് അത്തരം ഒരു സാധനം നീട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് കരയിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കാൻ കഴിയും. ഇതാണ് സ്ട്രെച്ച് എന്ന് പറയുന്നത്. നമുക്ക് നീട്ടിക്കൊടുത്ത് എത്താൻ പറ്റാത്ത ദൂരത്താണ് എങ്കിൽ ആ കാഷ്വാലിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ മാർഗമാണ് ത്രോ, എറിഞ്ഞു കൊടുക്കുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒബ്ജക്റ്റ് എന്തെങ്കിലും നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ അതെടുത്ത് മുങ്ങിത്താഴുന്ന ആളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്, എറിഞ്ഞു കൊടുക്കുക. അത് ഒരുപക്ഷെ ഒരു 3-4 നമ്മൾ വെള്ളം കുടിച്ച് ഒഴിവാക്കിയ പ്ലാസ്റ്റിക് കുപ്പികൾ പെട്ടെന്നൊരു നാര് കൊണ്ട് കെട്ടിയിട്ട് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാം. അതല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ വാഴപ്പിണ്ടി ഇട്ടുകൊടുക്കാം. വാഹനങ്ങളുടെ ട്യൂബ് ഉണ്ടെങ്കിൽ ആ ട്യൂബ് ഇട്ടുകൊടുക്കാം. അതോടൊപ്പം തന്നെ വലിയൊരു കയറുണ്ടെങ്കിൽ ആ കയറിന്റെ അഗ്രഭാഗത്ത് ഒരു കെട്ടുകൂടി, ഞങ്ങൾ ബ്രസ്റ്റ് ലൈൻ ഒക്കെ പറയും, ആ കെട്ടുകൂടി കെട്ടിയിട്ട് വിദൂരത്തേക്ക്, കുറച്ച് ദൂരത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് എറിഞ്ഞു കൊടുക്കാം. അങ്ങനെ എന്താണോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, കന്നാസ് ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കൊടുക്കാം. കൊട്ടത്തേങ്ങ 2 മണം കിട്ടുകയാണെങ്കിൽ അതൊരു നൂലിൽ കെട്ടിയിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒബ്ജക്റ്റ് ഈ മുങ്ങിത്താഴ്ന്ന ആളുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ട്, എറിഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ പിടിച്ച് രക്ഷാപ്രവർത്തനം നടത്താം. ഇതാണ് രണ്ടാമത്തെ രീതി, ത്രോ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് റോ ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകളുടെ സഹായം അഭ്യർത്ഥിക്കുക. ഇപ്പൊ ഒരു കുളിക്കടവില്, ഒരു പുഴയില് ഒരു ആൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീന്താൻ അറിയാത്ത ആള് ഇറങ്ങി പുറപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഈ സാഹചര്യങ്ങളിൽ മറ്റ് ആളുകൾ, തൊട്ടടുത്ത് നീന്താൻ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കുക. തോണിക്കാരുണ്ടാവാം, തുഴച്ചിലുകാരുണ്ടാവാം, വള്ളക്കാരുണ്ടാവാം, തൊട്ടടുത്ത് കുളിക്കുന്നവരുണ്ടാവാം, തൊട്ടടുത്ത പാടത്ത് പണിയെടുക്കുന്നവരുണ്ടാവാം, തെങ്ങിന് തടമെടുക്കുന്നവരുണ്ടാവാം. അങ്ങനെ അത്തരം ആളുകൾ നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ഇത്തരം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അവരുടെ കഴിവനുസരിച്ച് നമ്മെ സഹായിക്കും. അപ്പൊ അതിനെയാണ് റോ എന്ന് പറയുന്നത്. ആ മാർഗം സ്വീകരിക്കുക. നാലാമത്തത് നീന്താൻ അറിയുന്നവൻ മാത്രം ചെയ്യേണ്ടതാണ് ഗോ എന്ന് പറയുന്ന മെത്തേഡ്. നീന്താൻ അറിയുന്നവൻ സുരക്ഷിതമായിട്ട് നീന്താൻ അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും മുങ്ങിത്താഴുന്നവന്റെ കൈയെത്തുന്ന അടുത്തേക്ക് എത്തിക്കരുത്, അഥവാ ചെന്നു കൊടുക്കരുത്. ആള് നമ്മെ, അതായത് രക്ഷാപ്രവർത്തകനെ താഴ്ത്തി പൊങ്ങുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മനഃപൂർവ്വം താഴ്ത്തണമെന്ന് കരുതിയിട്ടല്ല, പക്ഷെ ആൾക്ക് പൊങ്ങാൻ വേണ്ടി, കാഷ്വാലിറ്റിക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് പരമാവധി രക്ഷാപ്രവർത്തകരെ താഴ്ത്താനുള്ള സാധ്യതയുണ്ട്, കടന്ന് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ പിടുത്തത്തിൽ ഒരു പക്ഷേ രക്ഷാപ്രവർത്തകന്റെ സപ്തനാടികളും തളരാനുള്ള സാധ്യതയുണ്ട്, മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് അവിടെയും ജാഗ്രത പാലിക്കണം. നീന്താൻ അറിയാമെന്നുള്ളത് കൊണ്ട് മുങ്ങിത്താഴുന്ന ആളുടെ മുമ്പിലേക്ക് നേരെ ചെന്ന് കൊടുക്കരുത്, മറിച്ച് പിറകിലൂടെ, മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആളുടെ പിറകിലൂടെ ചെല്ലുക, തലമുടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ താടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ ഷോൾഡറിൽ പിടിക്കുക. ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഉടുപ്പിൽ പിടിച്ച് വെള്ളത്തിന്റെ സർഫേസിൽ ഉപരിഭാഗത്തേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ കാഷ്വാലിറ്റിയെ രക്ഷാപ്രവർത്തകന്റെ ഷോൾഡറിലേക്ക് ഒരൽപ്പം ചേർത്ത് വെച്ചുകൊണ്ട്
ഒരു തോർത്തുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കെട്ടിക്കൊണ്ട് മലന്ന് നീന്തി കരയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക. ഇതാണ് ഗോ എന്ന് പറയുന്ന മെത്തേഡ്. നീന്താൻ അറിയുന്നവൻ മാത്രം ചെയ്യേണ്ടത്. അപ്പോഴും ജാഗ്രത പാലിക്കണം. അപ്പൊ ഈ 4 മാർഗങ്ങളിലൂടെ നമുക്ക് വെള്ളത്തിൽ അകപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ കഴിയുന്നതാണ്. ആദ്യത്തേത് ശ്രദ്ധിക്കണം, സ്ട്രെച്ച്. രണ്ടാമത്തേത് ത്രോ. മൂന്നാമത്തേത് റോ, നീന്താൻ അറിയുന്നവൻ ഗോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനും വെള്ളത്തിൽ അകപ്പെട്ട്, ജലാശയത്തിൽ അകപ്പെട്ട് അപകടം വരുന്നത് അഥവാ മരണം വരുന്നത് ഒഴിവാക്കണം. അതിന് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് സമൂഹത്തോട് പറയാനുള്ള വലിയൊരു സന്ദേശം ഇതാണ്. ഒരു കാരണവശാലും നീന്താൻ അറിയാത്തവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടരുത്. ഒരാൾ അകപ്പെട്ടു കഴിഞ്ഞാൽ നീന്താൻ അറിയാത്ത മറ്റൊരാൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത്. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. എവിടെയെങ്കിലും ഇത് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു.